ഹലോ ഗൈസ്, അപ്പോൾ നമ്മൾ ഇന്ന് പതിവിലും നേരത്തെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. നമുക്കിന്ന് രാവിലെ തന്നെ റേഷൻ കടയിലൊക്കെ പോകാനുണ്ടായിരുന്നേ. റേഷൻ കടയിൽ പോയിട്ട് വൈകുവാണെങ്കിൽ അതുവഴി അങ്ങ് പോകാമെന്നുള്ള ധാരണയിലായിരുന്നു ഇരുന്നത്. അമ്മയുണ്ടായിരുന്നു കൂടെ. അപ്പോൾ നോക്കുമ്പം വൈകിട്ടുണ്ടായിരുന്നില്ല, നേരത്തെ തന്നെ നമ്മൾ വീട്ടിലെത്തിയിട്ടുണ്ടായിരുന്നു. പിന്നെ അവർക്ക് മക്കൾക്ക് ഫുഡൊക്കെ കൊടുത്ത് ഞാനും ഭക്ഷണം കഴിച്ചിട്ട് ഞാൻ ഇറങ്ങിയതാണ്. അപ്പോൾ നേരത്തെ ആയിരുന്നു. എന്നിട്ട് ഞാൻ ചെന്നപാടെ തന്നെ എന്തോ എടുത്ത് എനിക്ക് കുറച്ച് പേക്ക് ചെയ്യാനുണ്ടായിരുന്നു. കുറച്ച് പേക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാനതുകൊണ്ട് എടുത്തു വേഗം ഫോണിൽ വന്ന മെസ്സേജസും കാര്യങ്ങളൊക്കെ നോക്കിട്ടോ. എന്നിട്ട് അടുത്തത് പേക്ക് ചെയ്യുകയാണ്. നമ്മളിങ്ങനെ ഇതെല്ലാം നോക്കി ക്ലിയർ ആണോ എന്നെല്ലാം നോക്കണം കേട്ടോ. എവിടെയെങ്കിലും നൂല് പൊട്ടിയിട്ടുണ്ടോ അല്ല നൂലുണ്ടോ, പിന്നെ അതേപോലെ തന്നെ നമ്മൾ തേച്ച് വൃത്തിയാക്കിയിട്ട് വേണം പേക്ക് ചെയ്യാൻ വേണ്ടിയിട്ട്. അത് ഇവിടുത്തെ ആദ്യം അങ്ങനെ തന്നെയാണ് കേട്ടോ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം അതെല്ലാം ഒന്ന് വൃത്തിയാക്കിയിട്ട് എന്താ പറയുക, അല്ലെങ്കിൽ പിന്നെ എല്ലാം ചുളുങ്ങി അവർക്ക് നമ്മുടെ കസ്റ്റമറിന് കിട്ടുമ്പോൾ തന്നെ ഒരു വൃത്തികേടായിരിക്കും. അതുകൊണ്ട് ഞാൻ തോന്നിയെടുക്കും എല്ലാം തേച്ച് വൃത്തിയാക്കിയിട്ട് ചിലർ 4ഉം 5ഉം 6ഉം അങ്ങനെയൊക്കെ എടുക്കും കേട്ടോ. അപ്പോൾ ഇങ്ങനെ എടുത്ത് ഭദ്രമായിട്ട് ഓരോന്നോരോന്ന് വെക്കുകയാണ്. അപ്പോൾ നമ്മുടെ കളക്ഷൻ ഈ പ്രാവശ്യത്തെ ഇതായിരുന്നു കേട്ടോ ഉണ്ടായിരുന്നത്. ഇത് ഏകദേശം തീർന്നു, 1-2 പീസേ ഉള്ളൂ, ബാക്കി മുഴുവൻ തീർന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ഇന്നെടുത്ത് ഇതുപോലെ ഇങ്ങനെ പാക്കാക്കിയിട്ട് മാറ്റി വെക്കുകയാണ്. എല്ലാം കൂടെ ഒരുമിച്ചാട്ടോ പേരെഴുതി വെക്കുന്നത്. കാരണം നമ്മൾ ഈ പേരെഴുതി വെച്ച് തൽക്കാലത്തേക്ക് അതിനകത്ത് വെച്ചിട്ട് നമ്മൾ മാറ്റി വെക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് നമ്മളെല്ലാം കൂടെ പേരെഴുതാന്നുള്ള ഇതിലാട്ടോ ഇരിക്കുന്നത്. അങ്ങനെ ഇത്രയും ഉണ്ട് ഇന്ന് അയക്കാൻ വേണ്ടിയിട്ട്. ഇതല്ല, ഇതിലും കൂടുതലുണ്ട്. അത് കുറച്ച് താഴെയാണ്, കുറച്ച് അപ്പുറത്തിരിപ്പുണ്ട്, അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ ഇന്ന് കുറച്ചെടുത്ത് കൊണ്ട് എന്താ പറയുക, കൊറിയർ ചെയ്യാന്നുള്ള ഇതിലാണ് അവരിയ്ക്കുന്നത്. പിന്നെ വേഗം അഡ്രസ്സൊക്കെ എഴുതി ഓരോന്നോരോന്നാക്കിയിട്ട് മാറ്റി മാറ്റി വെക്കുകയാണ് കേട്ടോ. എന്നാൽ പിന്നെ അവർക്ക് പെട്ടെന്ന് എടുത്തുകൊണ്ട് പോകാമല്ലോ. നമുക്കത് കഴിഞ്ഞിട്ട് ഇത് തന്നെ ഫോട്ടോ എടുത്തിട്ട് അവർക്ക് അയച്ചും കൊടുക്കണം. നമ്മൾ ഇട്ടിട്ടുണ്ടെന്നുള്ളത് നമ്മൾ അവരെ അറിയിക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫോട്ടോ ഒക്കെ എടുത്ത് എല്ലാം ചെയ്തതിന് ശേഷം ഞാൻ പിന്നെ ഫോണിൽ നോക്കുകയാണ്. അപ്പോൾ ഓരോരുത്തരും മെസ്സേജ് അയക്കുന്നത് നമ്മുടെ XL, XXL അങ്ങനെയൊക്കെ ചോദിക്കുകയാണ്. സ്മോള്, മീഡിയം, ലാർജ്, XL, XXL, XXL അതൊക്കെ ഉണ്ടോ എന്നിങ്ങനെ ചോദിക്കുന്നു. നമ്മളതെല്ലാം നോക്കിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ നോക്കിയതിന് ശേഷം നമുക്കൊരു എന്താ പറയുക, ഒരു 12-12:30 ആയപ്പോഴേക്കും ഒരു ചായയൊക്കെ കിട്ടിയായിരുന്നു കേട്ടോ. നമ്മൾ ചായയും ബിസ്ക്കറ്റും കൂടെ വേഗം കഴിക്കുകയാണ്. അത് കഴിഞ്ഞിട്ട് വലിയ പണിയൊന്നുമില്ല, ഇങ്ങനെ തന്നെ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക തന്നെ. വേറെ വലിയ പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ഉറക്കം വരുന്നൊക്കെ ഉണ്ട്, പക്ഷേ പറഞ്ഞിട്ടെന്താ കാര്യം, ഉറങ്ങാനൊന്നും പറ്റില്ലല്ലോ. അത് കഴിഞ്ഞപ്പോഴേക്കും നമ്മളൊരു 2 മണി കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ വേഗം ഫുഡ് കഴിക്കുകയാണ്. ചോറുണ്ട്, എൻ്റെ അടുത്ത് മോരുകറിയുണ്ട്, പിന്നെ അതേപോലെ തന്നെ ചിക്കൻ കറി ഉണ്ടായിരുന്നു കേട്ടോ. ഞാൻ മണത്ത് നോക്കുന്നത് വേറെ ഒന്നുമല്ല, തലേ ദിവസത്തെ ചിക്കൻ കറിയായിരുന്നു. അത് കേടായോ ഇല്ലയോ എന്നൊന്ന് ടെസ്റ്റ് ചെയ്തതാണ്, മണത്ത് നോക്കിയതാണ്. കേടായോ പിന്നെ എനിക്ക് ചോറും തിന്നാൻ പറ്റില്ലല്ലോ ഒഴിച്ച് കഴിഞ്ഞാൽ. അതുകൊണ്ട് അതൊന്നും മണത്ത് നോക്കിയതാണ് കേട്ടോ. പിന്നെ അവിടുന്ന് എനിക്ക് ചേച്ചി എന്തോ മുട്ടേൻ്റെ എന്തോ ഒരു സംഭവം കൂടി തന്നു, എനിക്ക് എന്താണെന്നറിയത്തില്ല. ഞാൻ അതും കൂട്ടി കഴിച്ചു കേട്ടോ. എല്ലാം കൂട്ടി ഇരുന്ന് കഴിച്ച് അത് കഴിഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഫോണിൽ നോക്കിക്കൊണ്ടിരിക്കുക. ഇന്നെന്ന് പറഞ്ഞാൽ വലിയ ഓർഡേഴ്സൊന്നും ഇല്ലായിരുന്നു കേട്ടോ. കാരണം നമ്മുടെ ഏകദേശം സ്റ്റോക്കും തീർന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പുതിയ തയ്ച്ച് കിട്ടണമായിരുന്നു. അതുകൊണ്ട് നമുക്കധികം വലിയ സ്റ്റോക്കും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ പിന്നെ അതൊക്കെ കഴിഞ്ഞ് കുറേ നോക്കിയതിന് ശേഷം നമ്മൾ വീണ്ടും അടുത്ത വൈകുന്നേരത്തെ ചായ കുടിയാട്ടോ. അതിൻ്റെ ഇടയ്ക്കൂടെയൊക്കെ നമ്മൾ ഓരോന്ന് ചെയ്യുന്നൊക്കെ ഉണ്ട്, പക്ഷേ എല്ലാം ഒന്നും നമ്മൾ വീഡിയോ എടുക്കുന്നില്ല. പിന്നെ ഇന്ന് നമുക്ക് ഷൂട്ടില്ലായിരുന്നു, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും ഇല്ലായിരുന്നു കേട്ടോ. ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മളൊരു 5:15 അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ട്. നമ്മൾ വേഗം ഒരു 10-15 മിനിറ്റ് കൊണ്ട് നമ്മൾ വീട്ടിലെത്തും. പിന്നെ അവിടെ എന്തോ JCB അവിടെ എന്തോ പണിയോ കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അങ്ങനെ ഇതാ നമ്മൾ പോവുകയാണ്, വീട്ടിലേക്ക് നടന്നു പോവുകയാണ്. അപ്പോൾ ഇതാ ഗവൺമെൻറ് ആശുപത്രീൻ്റെ അവിടെ എത്തിയിട്ടുണ്ട് കേട്ടോ. അവിടുന്ന് കുറച്ചുള്ള ഒരു 10 മിനിറ്റ് സ്പീഡ് നടക്കുകയാണെങ്കിൽ ഒരു 10 മിനിറ്റ് അല്ലെ ഒരു 15 മിനിറ്റ് അതൊക്കെ ഉള്ളൂ. അപ്പോൾ എൻ്റെ കയ്യിലൊരു ബിസ്ക്കറ്റ് ഉണ്ടായിരുന്നു, അതും കഴിച്ച് പതിയെ ഞാനിങ്ങനെ നടന്നു പോവുകയാണ്. എന്നിട്ട് നമുക്ക് അവിടെ പോയിട്ട് ഒരു ഈസ്റ്റ് വാങ്ങാനുണ്ടായിരുന്നു. ഈസ്റ്റും വാങ്ങി വന്നതിന് ശേഷം മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വേദനേൻ്റെ ഗുളികയും വാങ്ങാനുണ്ടായിരുന്നു. അതും കൂടെ മേടിച്ച് നമ്മൾ നേരെ വീട്ടിലേക്ക് പോകാം കേട്ടോ. അതുകൊണ്ട് എന്നാൽ നേരത്തെ നമ്മൾ വീട്ടിലെത്തുകയും ചെയ്യും, അധികം വൈകുകയില്ല കേട്ടോ. കാരണം മക്കളെത്തി കുറച്ച് കഴിയുമ്പോഴേക്കും ഞാനെത്തും. പിന്നെ രാവിലെ മക്കൾ പോയി കുറച്ച് കഴിയുമ്പോഴാണ് ഞാനും പോകുന്നത്. അപ്പം വലിയ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഇല്ല, എല്ലാം നമുക്ക് മാനേജ് ചെയ്ത് പോകാനും പറ്റും കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടണോട് ഒന്ന് ക്ലിക്ക് ചെയ്യണേ. ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഓൾ എന്ന ഓപ്ഷൻ കൊടുക്കാൻ മറക്കരുത്. ഓൾ എന്ന ഓപ്ഷൻ കൊടുത്താലും ഞാൻ ഇനി ഇടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ. അപ്പം നാളെ ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.